ഹായ്. നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലായാൽ പിന്നെ എന്തിന് ചിന്തിക്കണം? പറയാൻ എളുപ്പമാണ് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എടോ, സാരമില്ല, പോട്ടെ എന്ന് മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് അവരുടെ മുന്നിൽ കെഞ്ചാൻ നിൽക്കാതെ, അവർക്ക് ശല്യമാകാതെ, അവർ എടുത്ത ഡിസിഷനിൽ നിൽക്കാൻ അല്ലെങ്കിൽ അതിൽ തുടരാൻ അവരെ അനുവദിക്കുക എന്നത്. ഒഴിവാക്കാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ കാരണങ്ങൾക്ക് വിലയില്ലാതാകും. നിങ്ങൾ വിലയില്ലാത്തിടത്ത് കടിച്ചു തൂങ്ങി നിന്നിട്ടെന്തിനാ? ഇനിയും സങ്കടങ്ങളുടെ പെരുമഴ നനയാനാണോ? എടോ, നിങ്ങളെ ഒഴിവാക്കാനാണ് അവർ ഈ പരാക്രമമെല്ലാം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. കാരണമൊന്നുമില്ലാതെ അവർ ബിസിയാകുന്നതും മൈൻഡ് ചെയ്യാതിരിക്കുന്നതും അവർ തരുന്ന ഒരു വലിയ സൂചനയാണ് നിങ്ങളിൽ നിന്നുള്ള അവരുടെ ആവശ്യങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന്. ഇനി അവർക്ക് ഇറങ്ങിപ്പോകാനുള്ള തിടുക്കം കൂടുതലായിരിക്കും. അവരുടെ സന്തോഷത്തിനു വേണ്ടി അവർ കൂട്ടുകൂടി, അവരുടെ ഇഷ്ടത്തിനു വേണ്ടി അവർ കാരണങ്ങൾ കണ്ടെത്തി, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളെ ആയുധമാക്കി. ഇപ്പോൾ അവർ എല്ലാം നേടിക്കഴിഞ്ഞെന്ന് അവർക്ക് ബോധ്യമായി. ഇനി ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിക്കപ്പെട്ടിടത്ത് അപേക്ഷിക്കാൻ നിൽക്കാതെ തിരിച്ചു നടക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഇന്നെടുത്ത തീരുമാനം ഒരു കാലത്തിനുമപ്പുറം നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള കാര്യമാവും. ഇരന്നു വാങ്ങിയതെല്ലാം ഭിക്ഷയാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ മാറിയാലാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് മനോഹരമാവുന്നതെങ്കിൽ നിങ്ങൾ അങ്ങ് മാറിക്കൊടുക്ക്. ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഒരുപാട് സമയത്തെ പ്ലാനിങ് ആയിരുന്നെന്ന് മനസ്സിലാക്ക്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു പരാതിയും പറയാൻ നിൽക്കാതെ അവരുടെ വഴിക്ക് വിട്ടേക്കണം. ജാഗ്രതയുള്ളവരായിരിക്കുക എപ്പോഴും. അപ്പോൾ പിന്നെ നമുക്ക് വേദനിക്കേണ്ടി വരില്ലല്ലോ. ഇന്നലെ വരെ പരിചയപ്പെട്ടവരായിരുന്നവർ ഇന്ന് തികച്ചും അന്യരായിരിക്കുന്നു. ഒന്ന് മാത്രം ഓർത്താൽ മതി, അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെയും ആർക്കും മടുക്കില്ല. മടുക്കുന്ന ഒരു മനുഷ്യരും അത്ര പ്രിയപ്പെട്ടവരായിരുന്നില്ല എന്ന്. സ്നേഹത്തിൻ്റെ വില അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഭംഗി അറിയാൻ കഴിയൂ. ബൈ മോട്ടിവേഷൻ മലയാളം.